Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Vergabi. As usual, let us begin with a prayer. Pater Noster, QAs in Celis, Sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രൊട്ടസ്റ്റൻ്റുകാരുടെ മറ്റൊരു ആരോപണം, കത്തോലിക്കർ വിഗ്രഹാരാധകരാണ്. കത്തോലിക്കർ രണ്ടാം കൽപ്പന എടുത്തു മാറ്റി ഒന്നാം കൽപ്പന ലംഘിക്കുന്നവരാണ് കത്തോലിക്കർ എന്ന് കഴിഞ്ഞ 500 വർഷമായിട്ടുള്ളൊരു ആരോപണമാണ്. കഴിഞ്ഞ 1500 വർഷമായിട്ട് ഈ ആരോപണം ഇല്ലായിരുന്നു, കാരണം പ്രൊട്ടസ്റ്റൻ്റുകാർ അന്നില്ലായിരുന്നു. കഴിഞ്ഞ 500 വർഷത്തിനിടെ ഉള്ള ഒരു ആരോപണമാണ്. കത്തോലിക്കർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു അല്ലെങ്കിൽ രൂപങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളത്. നമ്മളതിനെക്കുറിച്ച് ഇന്ന് കേൾക്കാൻ പോവുകയാണ്. ഞാൻ കാത്തലിക് ടീച്ചിങ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് പ്രൊട്ടസ്റ്റൻ്റുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരുപയോഗിക്കുന്ന വചനത്തിൽ നിന്ന് തന്നെ, പിന്നെ പ്ലസ് ഹിസ്റ്ററി, അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ ദൈവം എവിടെയാണ് രൂപങ്ങളൊന്നും നിർമ്മിക്കരുതെന്ന് പറഞ്ഞ വചനഭാഗം നമ്മൾ കാണാൻ പോവാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 5 വരെ വചനഭാഗങ്ങളിൽ ഇപ്രകാരം പറയുന്നു: മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ രൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. വളരെ വ്യക്തമാണ്. ഒന്നിൻ്റെയും രൂപം നിർമ്മിക്കരുത്. താഴെയോ ഭൂമിയിലോ മുകളിലോ ഉള്ള ഒന്നിൻ്റെയും രൂപം നിർമ്മിക്കരുത്. എന്നിട്ട് അവയ്ക്ക് മുമ്പിൽ ആരാധിക്കരുത്. അപ്പോൾ ഒന്നിൻ്റെ രൂപം നിർമ്മിക്കരുത് എന്ന വചനഭാഗം മാത്രം നമ്മൾ എടുത്താൽ, ഒന്നിൻ്റെ രൂപം നിർമ്മിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു വീട് പോലും നിർമ്മിക്കാൻ പറ്റത്തില്ല. ഒരു മൺപാത്രം നിർമ്മിക്കുന്ന ആൾക്ക് ആ മൺപാത്രം പോലും നിർമ്മിക്കാൻ പറ്റത്തില്ല. എന്തിനു പറയുന്നു? നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഉരുളയാക്കി കഴിക്കുമ്പോൾ ആ ഉരുള പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല, അക്ഷരാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതല്ല ദൈവം ഉദ്ദേശിച്ചത് എന്ന് 25-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിൻ്റെ രൂപം നിർമ്മിക്കരുത് എന്നാണ്. ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിൻ്റെ രൂപം നിർമ്മിക്കരുത്. കാരണം 25-ാമത്തെ അധ്യായത്തിൽ 5 അധ്യായങ്ങൾ ഇപ്പുറം കഴിഞ്ഞപ്പോൾ രൂപം നിർമ്മിക്കാൻ ദൈവം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ദൈവം തന്നെ ദൈവത്തിൻ്റെ വചനത്തെ കോൺട്രഡിക്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതിനർത്ഥം ഈ വചനഭാഗത്ത് ദൈവം ഉദ്ദേശിച്ചത് ഇതല്ല, ആരാധനയ്ക്കായിട്ട് നിങ്ങൾ ഒന്നിൻ്റെ രൂപം നിർമ്മിക്കരുത് എന്നുള്ളതാണ്. അല്ലാതെ ഒന്നിൻ്റെ രൂപം നിർമ്മിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 25-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ദൈവം ഒരു സംഭവം നിർമ്മിക്കാൻ പറയുന്നുണ്ട്. കൃപാസനത്തിന് 2 അറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അതിനോട് ഒന്നായി ചേർന്നിരിക്കത്തക്കവണ്ണം വേണം കെരൂബുകളെ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം കെരൂബുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം. കെരൂബുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞു മുഖാഭിമുഖം നിലകൊള്ളണം. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. കൃപാസനം, വാഗ്ദാന പേടകം എന്താണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ വാഗ്ദാന പേടകം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതല്ല, മനുഷ്യൻ തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് ഭൂമിയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഓക്കെ, ഈ വാഗ്ദാന പേടകത്തിന് മുകളിൽ കെരൂബുകളെ, ചിറകുകളുള്ള കെരൂബുകൾ, നമ്മുടെ മൈൻഡിൽ വരുന്ന മാലാഖമാരുടെ രൂപമാണ്, നിർമ്മിക്കണം. അത് ഈ കൃപാസനം മൂടത്തക്ക വിധത്തിലായിരിക്കണം നിർമ്മിക്കേണ്ടത്. അതുമാത്രമല്ല, രസകരമായ കാര്യം, ഈ മനുഷ്യൻ നിർമ്മിച്ച ഈ രൂപങ്ങളുടെ മധ്യയിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കൃപാസനം ഇസ്രായേലിലുണ്ട് എന്ന് വിചാരിക്കുക. അവിടെ ഓരോ യഹൂദനും അറിയാം ഈ കൃപാസനത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്, കാരണം ദൈവം അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഇസ്രായേൽക്കാരൻ അതിലേക്ക് കടന്നു പോകുമ്പോൾ, കൃപാസനത്തിന് മുന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഓ കൃപാസനം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക. അവന് ഭയഭക്തി ബഹുമാനം ഉണ്ടാവുമോ? കാരണം മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴും ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. കൃപാസനത്തിൻ്റെ നടുവിൽ നിന്ന് സംസാരിക്കുമ്പോഴും ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ കൃപാസനത്തിൽ മനുഷ്യൻ തൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച
കെരൂബുകളുടെ മധ്യേ നിന്ന് ദൈവം സംസാരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ഈ കൃപാസനത്തോട്, വാഗ്ദാന പേടകത്തോടുള്ള ഇവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? ഇവൻ ഒട്ടും ബഹുമാനമില്ലാതെയാണ് അതിനെ നോക്കുക, അതോ ബഹുമാനത്തോടു കൂടിയാണോ അവൻ നോക്കുക? അവൻ അതിന് മുൻപിൽ പേടിച്ച് വിറച്ച് ബഹുമാനിക്കും. കാരണം തിരുവചന ഭാഗത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട്, ലേവി പുരോഹിതർക്ക് മാത്രമാണ് കൃപാസനം, വാഗ്ദാന പേടകം ചുമക്കാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുള്ളൂ. ഇസ്രായേൽ ജനം ഇങ്ങനെ അവർ നടന്നു പോകുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ ലേവി പുരോഹിതർ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ ഈ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നടക്കണം. അപ്പോൾ നിങ്ങൾ ആ ചിത്രം ഒന്ന് ഭാവനയിൽ കാണുക. ലേവി പുരോഹിതർ ഇന്ന് നമ്മുടെ ബിഷപ്പുമാരും വൈദികരും ഉപയോഗിക്കുന്ന അതേ വസ്ത്രങ്ങൾ തന്നെയാണ് ലേവി പുരോഹിതരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ തൊപ്പികൾ. അപ്പം ഇങ്ങനെ ഞാൻ ആ പിക്ചർ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഈ ചുമലിൽ 2 സൈഡും ആൾക്കാർ ചുമലിൽ പിടിച്ചുകൊണ്ടാണ് ഈ വാഗ്ദാന പേടകവും ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ഈ ലേവി പുരോഹിതർ ഈ വാഗ്ദാന പേടകവും ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ഇന്നത്തെ ആധുനിക കാലത്ത് ഇത് കാണുന്ന ഒരാൾക്ക് തോന്നുന്നത് എന്തായിരിക്കും? നമ്മൾ പ്രദക്ഷിണത്തിന് മാതാവിൻ്റെയും ഈശോയുടെയും വിശുദ്ധരുടെയും രൂപങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ തന്നെയാണ്. എക്സാക്ട്ലി അതിൻ്റെ ഒരു റിപ്ലിക്കാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കൃപാസനവും ചുമന്നുകൊണ്ട്, വാഗ്ദാന പേടകവും ചുമന്നുകൊണ്ട് ഈ പുരോഹിതർ പോകുന്നു. ഇവർ ചുമന്നുകൊണ്ട് പോകുന്നത് മാത്രമല്ല, ഇതുകൊണ്ട് പോകുന്നിടത്തെല്ലാം ഇവർ വിജയം വരിക്കുന്നു എന്നുള്ളതാണ്. ഇവൻ ഫിലിസ്തീർ ഈ പറയുന്ന വാഗ്ദാന പേടകം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അത് കൊണ്ടുവച്ച അവരുടെ വിജാതീയ ആരാധനാലയത്തിലെ ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ പോലും താഴെ വീണ് പൊടിഞ്ഞു പോകുന്നു. ഇത് കണ്ട് ഭയന്ന് അവരതെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്താണ് ദാവീദ് കൃപാസനത്തിൻ്റെ ഈ വാഗ്ദാന പേടകത്തിന് മുൻപിൽ നൃത്തം ചെയ്തത്. അപ്പോൾ അതിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നുള്ളത് ഇസ്രായേൽ ജനത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, ഒരിക്കൽ ഈ കൃപാസനം വാഗ്ദാന പേടകം വീഴാൻ പോയപ്പോൾ ലേവി ഗോത്രത്തിൽ പെടാത്ത ഒരുവൻ അതിനെ സ്പർശിച്ചു. ആ നിമിഷം അവൻ മരിച്ചു വീണു. അതുകൊണ്ട് ഈ കൃപാസനം എന്ന് കാണുമ്പോൾ, കൃപാസനത്തിന് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഈ ഇസ്രായേൽക്കാർ എങ്ങനെയായിരിക്കും? ജസ്റ്റ് അലക്ഷ്യമായിട്ട് കടന്നു പോകുമോ, അതോ കത്തോലിക്കർ ചെയ്യുന്നത് പോലെ സക്രാരിക്ക് മുമ്പിലെത്തിയാൽ കുമ്പിടുന്ന പോലെ കുമ്പിട്ട് പോകുമോ? ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പോലും ദൈവം സംസാരിക്കുന്നു എന്ന് പറയുമ്പം അവരത് എത്രത്തോളം പവിത്രതയോടുകൂടെ, എത്രത്തോളം റെവറൻസോടുകൂടി ആയിരിക്കും കൃപാസനം കാണുന്നത്. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം ഒന്നിൻ്റെ രൂപം നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ദൈവം രൂപം നിർമ്മിക്കാൻ പറയുക മാത്രമല്ല ചെയ്തത്, ആ രൂപം കൊണ്ട് നടക്കുന്ന സ്ഥലത്തെല്ലാം അനുഗ്രഹം വർഷിച്ചുകൊണ്ട് പോകുന്നു. ആ രൂപത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് എണ്ണ വരുന്നു, തേന് വരുന്നു, അത് പൈശാചികമാണെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് വരെ മാതാവിൻ്റെ രൂപത്തിൽ നിന്നും ശബ്ദം കേട്ടതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഇവിടെ ഒരു ഇസ്രായേൽക്കാരൻ കാണുകയാണ്, കൃപാസനത്തിൽ നിന്നും ശബ്ദം. ആരുടെ ശബ്ദം? സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഇനി സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വചനഭാഗങ്ങളിൽ മറ്റൊരു സംഭവം നിർമ്മിക്കാനും ദൈവം പറയുന്നുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തോട് മറുതലിച്ച് പാപം ചെയ്തപ്പോൾ ദൈവം സർപ്പത്തെ വിട്ടു, അത് കൊത്തി. അങ്ങനെ മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ, മധ്യസ്ഥ പ്രാർത്ഥന. എന്തിനാണ് മധ്യസ്ഥ പ്രാർത്ഥന? അതൊക്കെ അടുത്ത വിഷയമാണ്. എന്നാലും ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നു, എന്തിനാണ് മധ്യസ്ഥരുടെ ആവശ്യം? ബൈബിൾ പറയുന്നുണ്ടോ യേശുക്രിസ്തു മാത്രമല്ലേ ഏക മധ്യസ്ഥൻ? നിങ്ങൾ എന്തിനാണ് അതിനിടയിൽ മാതാവിനും വിശുദ്ധരുടെയും മധ്യസ്ഥരായിട്ട് വെക്കുന്നത് എന്ന്? ഇവിടെ മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുകയാണ്. മോശ നടുവിൽ നിൽക്കുന്നു, ഇസ്രായേൽ ജനം ഇവിടെ, ദൈവം ഇവിടെ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു, ദൈവം കരുണ കാണിക്കുന്നു. അപ്പോൾ മധ്യസ്ഥത പോസിബിളാണ്. സോദോം ഗൊമോറ ദൈവം നശിപ്പിക്കാൻ പോകുമ്പോൾ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സോദോം ഗൊമോറയ്ക്ക് വേണ്ടിയിട്ട് അബ്രഹാമാണ് മധ്യസ്ഥത നിൽക്കുന്നത്. എന്തിനു പറയുന്നു? നിങ്ങൾ പോലും നിങ്ങളുടെ പാസ്റ്ററോട് പറയുന്നു, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. പാസ്റ്റർ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്. അപ്പം നിങ്ങൾക്കും ദൈവത്തിൻ്റെ മധ്യം ആരാ നിൽക്കുന്നത്? പാസ്റ്റർ. അപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരോട് നിങ്ങൾ വളരെ ധൈര്യത്തിൽ ചോദിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയും വിശുദ്ധരും എല്ലാവരും സ്വർഗത്തിലാണ് ഉള്ളത് എന്ന്. ചിന്തിക്കുമ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുന്നവരോടല്ലേ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കില്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ദൈവം ഇവിടെ ചെയ്യുന്നത് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. സർപ്പദംശനമേറ്റ ആളുകളുടെ ശരീരത്തിലെ വിഷം പോകുവാനോ അവർ ജീവിക്കാനോ എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം,
ദൈവം അഗ്നിയുടെ മധ്യത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഒരു തീയുടെ രൂപം നിർമ്മിക്കാൻ പറഞ്ഞാൽ പിന്നെയും അവർക്കൊരു ഡൈജസ്റ്റബിളാണ്. അല്ലെങ്കിൽ വാഗ്ദാന പേടകം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെയും ഓക്കെ, കാരണം അവർക്കൊരു അനുഭവമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ളത്. പക്ഷേ ഏദൻ തോട്ടത്തിൽ സാത്താൻ്റെ ഒരു രൂപമായിട്ട് ഒരു സിമ്പിളായിട്ട് വന്നിട്ടുള്ള സർപ്പത്തെ തന്നെ നിർമ്മിക്കണമെന്ന് ദൈവം പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ നോക്കണം. അപ്പം നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, ഈ സർപ്പദംശനമേറ്റവർ, വിഷം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ശരീരം മുഴുവനും, ഏത് നിമിഷവും മരിച്ചു വീഴും. ഒരുപക്ഷെ ഒരുപാട് പേര് മരിച്ചു വീണ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ മരിച്ചു വീണ് കിടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ താനും ഇപ്പം മരിക്കും എന്നറിയുന്ന ഒരു ഇസ്രായേൽക്കാരൻ ഈ പിച്ചള സർപ്പത്തെ നോക്കിയിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. ചങ്ക് പൊട്ടി പിച്ചള സർപ്പത്തെ നോക്കിയിട്ട് ചങ്ക് പൊട്ടി അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഇപ്പം നോക്കണം, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പം സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ മരിക്കും. ആ മനോഭാവത്തോടു കൂടെയാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ പിച്ചള സർപ്പത്തെ നോക്കിയിട്ട് അവൻ നിശബ്ദമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ ചെയ്യുക, അതോ ചങ്ക് പൊട്ടിയിട്ട് ദൈവമേ കരുണയായിരിക്കണേ, ദൈവമേ തെറ്റുപറ്റിപ്പോയി കർത്താവ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഈ പിച്ചള സർപ്പത്തെ നോക്കുമോ? അപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ നോക്കിയവർ ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ദൈവം നിർമ്മിക്കാൻ പറഞ്ഞൊരു സംഭവം ആ രൂപം നോക്കിയപ്പോൾ ജീവൻ വെച്ചു, അവർ മരിക്കേണ്ടിയിരുന്ന ആളുകൾ ജീവൻ വെച്ചു എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം, പിച്ചള സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അത് നശിപ്പിക്കപ്പെട്ടു. ഇത് തന്നെയാണ് കാത്തലിക് ടീച്ചിങ്. ഈ ചിത്രങ്ങൾ, കത്തോലിക്ക പള്ളികളിലുള്ള ചിത്രങ്ങൾ, രൂപങ്ങൾ, വിശുദ്ധമായിട്ടുള്ള ഈ പെയിൻറ്റിങ്സ്, ഇതെല്ലാം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രൊട്ടസ്റ്റൻ്റുകാരാ, നിങ്ങളുടെ സ്വന്തം അപ്പൻ്റെയോ അമ്മയുടെയോ ചിത്രം ഒരാൾ താഴെ ഇട്ടിട്ട് അയാൾ ചവിട്ടുകയാണ്, നിങ്ങളുമായിട്ട് എന്തോ തർക്കമുണ്ട്. അതിനിടയിൽ ഈ ചിത്രം താഴെ ഇട്ട് ചവിട്ടുമ്പോൾ നിങ്ങളുടെ ചങ്ക് പടയത്തില്ല, നിങ്ങൾക്ക് അയാളുടെ ദേഷ്യം തോന്നത്തില്ല? തോന്നും. അത് ചിത്രമാണെങ്കിലും അതെൻ്റെ അപ്പൻ്റെ ചിത്രമാണ്, അതെൻ്റെ അമ്മയുടെ ചിത്രമാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒരു കത്തോലിക്കനും വിശ്വസിക്കുന്നില്ല ഈ ചിത്രത്തിൽ യേശു ഉണ്ട്, ഈ ചിത്രം യേശുവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ അംബാസഡേഴ്സിനെ പല രാജ്യങ്ങളിലോട്ട് അയക്കും. ആ അംബാസഡേഴ്സ് അവിടെ ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും അവർ ആക്രമിച്ചാൽ അത് ഇന്ത്യ ആക്രമിക്കേണ്ടതിന് തുല്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ. ഇനി നമ്മൾ പഴയ നിയമത്തിലെ ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയത്തിൽ എങ്ങനെയായിരുന്നു ഈ പറയുന്ന സംഭവങ്ങൾ, പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നോ, പിക്ചർ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി കേട്ടോ, 1 രാജാക്കന്മാർ 6-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗത്ത്, സോളമൻ കെരൂബുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. ഒരു കെരൂബിൻ്റെ ചിറക് ഒരു ചുമരിലും മറ്റേ കെരൂബിൻ്റെ ചിറക് മറു ചുമരിലും തൊട്ടിരിക്കത്തക്ക വിധം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത്. അതെ, ആദ്യം തന്നെ കെരൂബുകളുടെ രൂപം ഇന്ന് നമ്മൾ കത്തോലിക്ക പള്ളികളിൽ കാണുന്ന ഗബ്രിയേൽ മാലാഖയുടെയും മിക്കായേൽ മാലാഖയുടെയും മറ്റ് മാലാഖമാരുടെയൊക്കെ രൂപങ്ങൾ പോലെ കെരൂബുകളുടെ രൂപം ഇവിടെ സോളമൻ നിർമ്മിച്ചു. മറ്റ് 2 ചിറകുകൾ മധ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു. അവൻ കെരൂബുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. സ്വർണം കൊണ്ടുള്ള രൂപങ്ങളാണ്. നമ്മുടെ പള്ളികളിൽ അത് റെസിനോ അല്ലെങ്കിൽ മാർബിളോ അല്ലെങ്കിൽ മരങ്ങളോ കൊണ്ടുള്ളതായിരിക്കാം, ഈ പാസ്റ്റർ ഓഫ് പാരീസ് ആയിരിക്കും. ഇവിടെ സ്വർണം കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചിരുന്നു. അപ്പോൾ ദേവാലയത്തിനകത്തും പുറത്തുമുള്ള ചുമരിൽ എന്ത് ചെയ്തിരുന്നു? കെരൂബുകളുടെ ചിത്രമുണ്ട്, ഈന്തപ്പനകളുടെ ചിത്രമുണ്ട്, വിടർന്ന പുഷ്പങ്ങളുടെ ചിത്രമുണ്ട്. അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു. ശ്രീകോവിലിൻ്റെ കതകുകൾ ഒലിവ് തടി കൊണ്ട് നിർമ്മിച്ചു. മേൽപ്പടിയും കട്ടിലക്കാലുകളും ചേർന്ന് ഒരു പഞ്ചഭുജമായി. ഒലിവ് തടിയിൽ തീർത്ത ഇരു കതകുകളിലും കെരൂബ്, വീണ്ടും ഒലിവ് തടിയിൽ തീർത്ത കതകുകളിൽ കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കൊത്തിവെച്ചു. അപ്പോൾ ദേവാലയത്തിനകത്ത്, ദൈവം വസിക്കാൻ പോകുന്ന ദേവാലയത്തിനകത്ത്, ജെറുസലേം ദേവാലയത്തിനകത്ത് സോളമൻ ചെയ്തു വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സാണ് ഇതെല്ലാം. ഇത് തന്നെയല്ലേ കത്തോലിക്ക പള്ളികളിലുള്ളത്? നോക്കണം, ഇത് വസ്തുക്കളാണ്. ഈ പറയുന്ന പുഷ്പങ്ങൾ, പിന്നെ എന്താണ്, ഈന്തപ്പന, ഇതെല്ലാം വസ്തുക്കളാണ്. എന്നാൽ കത്തോലിക്ക പള്ളികളിലുള്ളത് യേശുവിന് വേണ്ടി ജീവിച്ച് മരിച്ച വിശുദ്ധരുടെ ചിത്രങ്ങളാണ്, യേശുവിൻ്റെ സ്വന്തം അമ്മയുടെ ചിത്രമാണ്, സാക്ഷാൽ യേശുവിൻ്റെ ചിത്രങ്ങളാണ്.
അപ്പോൾ നമ്മൾ ചോദിക്കും യേശുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് മറ്റൊരു വിഷയമാണ്. യേശുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, യേശു ഇത് തന്നെയാണോ, അതല്ല, അത് മറ്റൊരു വിഷയം. ഇവിടെ നമ്മൾ നോക്കുന്നത് രൂപങ്ങളെ നിർമ്മിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദൈവം പിച്ചള സർപ്പത്തെ നിർമ്മിക്കാൻ പറഞ്ഞു, വാഗ്ദാന പേടകം നിർമ്മിക്കാൻ പറഞ്ഞു, വാഗ്ദാന പേടകത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്നു. പോരാത്തതിന് ജെറുസലേം ദേവാലയത്തിനകത്ത് മൊത്തം ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സ് ആണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് ഈ വാഗ്ദാന പേടകവും. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? വചനം അക്ഷരാർത്ഥത്തിൽ എടുത്താലുള്ള കുഴപ്പം നമ്മൾ കാണാൻ പോവുകയാണ്. സോള സ്ക്രിപ്ചൂറ, അതായത് വചനം മാത്രം മതിയെന്ന് പറയുന്നവരെ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. വചനം പറയുന്നത് ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കരുത്. അതായത് ഒന്നും നമ്മൾ കൂട്ടിവെക്കാൻ പാടില്ല. നാളത്തേക്കുള്ള അരി പോലും വാങ്ങിച്ച് വെക്കരുത്. 10-25 കിലോ അരി നമ്മൾ ഒരു മാസത്തേക്ക് വാങ്ങിച്ച് വെക്കും. അപ്പം നാളത്തേക്കുള്ള അരി പോലും കൂട്ടി വെക്കരുത്. നാളെ ഇടാനുള്ള വസ്ത്രം പോലും കൂട്ടി വെക്കരുത്. എന്തിനു പറയുന്നു? ബാങ്ക് അക്കൗണ്ട് പോലും പാടില്ല. നിക്ഷേപങ്ങൾ കൂട്ടിവെക്കരുത്. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വചനം എടുക്കൂ, നിങ്ങളതാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് പോലും നിങ്ങൾക്ക് പാടില്ല. എത്ര പെന്തക്കോസ്ത പാസ്റ്റർമാർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്? ഈ ദശാംശമൊക്കെ വരുന്നത് എവിടെയാണ്? രണ്ടാമത്തെ കാര്യം, പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. എത്ര പേര് ചെയ്യുന്നുണ്ട്? അക്ഷരാർത്ഥത്തിൽ എടുക്കണം, അക്ഷരാർത്ഥത്തിൽ. അപ്പം നിങ്ങൾ അതിൻ്റെ ആന്തരിക അർത്ഥം നോക്കി പോരുത്. നിങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ എടുക്കുന്ന ആൾക്കാരാണല്ലോ. ഇന്നത് വചനത്തിലുണ്ടെങ്കിൽ തരൂ, ഇങ്ങനെ വചനത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നവരെ വചനത്തിൽ നിന്നുള്ള കാര്യം അതുപോലെ എടുക്കണം. പൂർണ്ണരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനാണ് ഈശോ ധനവാനായ യുവാവിനോട് പറഞ്ഞത്. അപ്പം നിങ്ങൾ പൂർണ്ണരായോ? മറ്റൊന്ന്, ഭൂമിയിലെ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുതെന്ന് പറയുന്ന വചനം. ഭൂമിയിലെ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. അപ്പോൾ നമ്മൾ സ്വന്തം അപ്പനെ എന്ത് വിളിക്കും? പേര് വിളിക്കാൻ പറ്റുമോ? അക്ഷരാർത്ഥത്തിലെടുത്ത ഇതാ പ്രശ്നം. ഇനി ആദിമസഭയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദിമസഭയിലെ ഗുഹകളിലും കാറ്റക്കോംസ്, ഭൂഗർഭ ആലയങ്ങളിലും ഭവനങ്ങളിലെല്ലാം യേശുവിൻ്റെ ചിത്രങ്ങളും യേശു ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. നല്ല ഇടയൻ്റെ ഒരു ചിത്രം സിറിയയിൽ AD 230 കാലഘട്ടങ്ങളിൽ ഡുറ യൂറോപ്പോസ് എന്ന് പറയുന്ന ഒരു ആലയത്തിൽ ഇവരെ കണ്ടെത്തിയിരുന്നു. നല്ല ഇടയൻ, ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന യേശുവിൻ്റെത്. വിശുദ്ധ ബേസിൽ 4-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ് ഇപ്രകാരം പറയുന്നു: ദ ഓണർ പേ ടു ദ ഇമേജ് പാസസ് ടു ദ പ്രോട്ടോടൈപ്പ്. ചിത്രത്തിന് കൊടുക്കുന്ന വണക്കം അതാരെയാണ് ഉദ്ദേശിക്കുന്നത്, ആ വ്യക്തിക്ക് കൊടുക്കുന്ന വണക്കമാണ്, അല്ലാതെ ആ ചിത്രം തന്നെയാണ് ആ വ്യക്തി എന്ന് വിചാരിച്ചിട്ടല്ല എന്ന് 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആദിമസഭയിൽ ഇങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട് യേശുവിൻ്റെ ചിത്രങ്ങൾ വരച്ചതായിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളിതൊന്നും ചിന്തിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. 1500 വർഷം ഒരാൾക്കും ഒരു വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരുന്നില്ല ചിത്രങ്ങൾ പള്ളികളിൽ ഉപയോഗിക്കുന്നതിനോ ഭവനങ്ങളിൽ ഉപയോഗിക്കുന്നതിനോ. കഴിഞ്ഞ 500 വർഷമേ ആയുള്ളൂ ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്. അതും പ്രൊട്ടസ്റ്റന്റ് സഭ രൂപം പെട്ടപ്പോൾ. രൂപം നിർമ്മിക്കരുതെന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിരിസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയരിബൂസ് എറ്റ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് ടു യേസൂസ് സാങ്താ മരിയ മാതർ ദി ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബൂസ് നുങ്കേത്തിനോര മോർത്തിസ് നോസ്ട്രെ ആമേൻ വിവ ക്രിസ്റ്റോറെ.